ജിബിൻ, ബസ് ഉയർത്തിയിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം? ജയലക്ഷ്മി, ഇപ്പോൾ ഈ ബസ് ഒരു JCB ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ സംഘത്തിലുണ്ടായിരുന്ന, അതായത് കാട്ടാക്കട പെരിങ്കടവിളയിൽ നിന്ന് മൂന്നാറിലേക്ക് ടൂർ പോവുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. അപ്പോൾ ഈ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന 60 വയസ്സുകാരിയായ ദാസിനി എന്ന് പറയുന്ന സ്ത്രീയാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചതെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഇവരുടെ മൃതദേഹം നിലവിൽ തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിലാണ് ഈ മരിച്ചയാളുടെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ, അതായത് ഈ ബസ്സിൽ 49 പേരുണ്ടായിരുന്നു. ഇതിൽ 10ഓളം കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഈ ബസ്സിലുണ്ടായിരുന്ന പരിക്കേറ്റവരൊക്കെ തന്നെ ആദ്യം ഇവിടെ സമീപത്തുള്ള ഏറ്റവും അടുത്തായുള്ള നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ഈ ജില്ലാ ആശുപത്രിയിലും അതുപോലെ തന്നെ കന്യാകുളങ്ങരയിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. ഈ നെടുമങ്ങാട് ആശുപത്രിയിൽ കൊണ്ടുപോയ സംഘത്തിൽ നിന്ന് 25 പേർക്കാണ് വലിയ രീതിയിലുള്ള പരിക്കുണ്ടായിരുന്നത്. ഇതിൽ 3 പേരുടെ നിലയാണ് ഗുരുതരമായിട്ടുണ്ടായിരുന്നത്. അതിലാണ് ദാസിനി എന്ന് പറയുന്ന 60 വയസ്സുള്ള സ്ത്രീ ഈ നെടുമങ്ങാട് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അവരുടെ മരണം സംഭവിച്ചിരുന്നത്. മറ്റുള്ളവർ, അതായത് ഏകദേശം 25ഓളം പേരെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇതിൽ 18 പേര് മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റുള്ളവർ ഏറ്റവും ഒടുവിലായി ഇവിടെ നിന്ന് 3 പേരെയാണ് ഈ നെടുമങ്ങാട് ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ആകെ മൊത്തം 25 പേരെ ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഒരാളുടെ മൃതദേഹവും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ദാസിനി എന്ന് പറയുന്ന 61 വയസ്സുള്ള സ്ത്രീ, പെരിങ്കടവിള സ്വദേശിയായിട്ടുള്ള 61 വയസ്സുള്ള സ്ത്രീക്കാണ് ഈ ഒരു അപകടത്തിൽ ദാരുണമായ മരണം സംഭവിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ സംഘത്തോടൊപ്പം, അതായത് ഈ നാട്ടിലുള്ള കുറച്ച് കുടുംബങ്ങൾ ചേർന്നുകൊണ്ട് ഈ പെരിങ്കടവിളയിൽ നിന്ന് മൂന്നാറിലേക്ക് പോവുകയായിരുന്നു. കാര്യം നാളെ ശനിയാഴ്ചയാണ്. അടുത്ത ദിവസം തൊട്ട് ചേർന്നുള്ള 2 ദിവസം അവധി ദിവസങ്ങളായതുകൊണ്ട് തന്നെ കുറച്ച് കുടുംബങ്ങൾ ചേർന്നുകൊണ്ട് ഒരു വിനോദയാത്ര സംഘടിപ്പിച്ചിരുന്നതായിരുന്നു. അതാണ് ഇപ്പോൾ ഈ യാത്ര തുടങ്ങി ഏകദേശം ഒരു 20-25 കിലോമീറ്റർ നടക്കുമ്പോൾ തന്നെ ആ ഒരു യാത്രയ്ക്ക് ഒരു അന്ത്യമുണ്ടായിരിക്കുന്നത്. വളരെയധികം സന്തോഷപൂർവ്വം ആരംഭിച്ച ഒരു യാത്രയാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു ദുഃഖത്തിൽ കലാശിച്ചിരിക്കുന്നത്. ഒരാൾക്ക് ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം. എന്തായാലും ഇവിടെ നിന്നുള്ള നാട്ടുകാരെയൊക്കെ തന്നെ ഇപ്പോൾ പോലീസ് ഈ സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ബസ്സിൽ ഇപ്പോൾ ഈ റോപ്പ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് പോലീസ് ഫയർഫോഴ്സ് ഒക്കെ കൊണ്ടുവന്ന റോപ്പ് ഉപയോഗിച്ച് തിരികെ എത്താൻ നമ്മുടെ പ്രാദേശിക ലേഖകൻ ഉണ്ണികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, ബസ് ഇപ്പോഴും മറിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബസ് ഉയർത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണോ? കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട്. ഇത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം? ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരം എന്ന് പറയുന്നത്, സംഭവ സ്ഥലത്തു നിന്നും എല്ലാവരെയും ആശുപത്രികളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം 20ഓളം പേരൊക്കെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിട്ടിരിക്കുകയാണ്. അതിലെ ഒരു 2 കുട്ടികളുണ്ട്. അവരെ SIT ആശുപത്രിയിലേക്കും മറ്റുള്ളവരെ മെഡിക്കൽ കോളേജിലേക്കുമാണ്. പിന്നെ ഇവിടെ എന്തായാലും ചെറിയ പരിക്കുകളുള്ളവരാണ് ഇപ്പോൾ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലുള്ളത്. ഇതിൽ ഒരു സ്ത്രീയാണ് മരിച്ചിരിക്കുന്നത്, ദാസിനി എന്നാണ് അവരുടെ പേര്. പിന്നെ മറ്റ് വിശദാംശങ്ങൾ, അതായത് എത്ര പേര്, അതായത് ഇവർ പെരുങ്കടവിളയിൽ നിന്നാണ്, കാട്ടാക്കട പെരുങ്കടവിളയിൽ നിന്നാണ് ഇവർ മൂന്നാറിലേക്ക് പോവുകയായിരുന്നു. പക്ഷെ ബസ് അവിടെ വന്ന് ചവിട്ടി പിടിച്ച് എങ്ങനെയാണ് സംഭവിച്ചത്, ചവിട്ടി നിർത്തി മറിഞ്ഞു എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് കിട്ടുന്ന വിവരം. അതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ട് അന്വേഷണം നടത്തിയാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും പോലീസും നാട്ടുകാരും ചേർന്നാണ്, ഫയർഫോഴ്സ് എല്ലാവരും ചേർന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം. നമുക്ക് ജിബിനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജിബിൻ, ബസ് ഉയർത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബസ് ഉയർത്തിയിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? ജയലക്ഷ്മി, റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ബസ് ഇപ്പോൾ ക്രെയിനിൽ റോപ്പ് ഉപയോഗിച്ച് ബസ്സിനെ കെട്ടി ബസ് ഇവിടെ നിന്ന് സംഭവ സ്ഥലത്ത് നിന്ന് ഉയർത്തിയിരിക്കുകയാണ്. ഒരു JCBയുടെ അതുപോലെ തന്നെ ക്രെയിനിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ബസ് ഇപ്പോൾ പൂർണ്ണമായി ഉയർത്തിയിരുന്നത്. ബസ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടായിരുന്നു. കാരണം വലിയ രീതിയിലുള്ള ജനസാഗരമാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. കാരണം ഇത്രയും വലിയൊരു അപകടം ഇറങ്ങിക്കൊണ്ട് ഒരുപാട് പ്രത്യേകിച്ച് നാട്ടുകാരും അതുപോലെ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ അവരെ ഇവിടെ നിന്ന് മാറ്റുന്നത് വളരെ പ്രയാസപ്പെട്ടാണ് പോലീസ് ഈ സംഭവ സ്ഥലത്ത് നിന്ന് ജനങ്ങളെയൊക്കെ തന്നെ ഒഴിപ്പിച്ച് അതിനുശേഷമാണ് ഈ ഒരു ബസ് ഇപ്പോൾ കെട്ടി ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും ഏറ്റവും ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു ബസ്സിൻ്റെ അടിയിൽ തന്നെ ആരും കുടുങ്ങിയിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. എന്തായാലും നേരത്തെ നമ്മുടെ ഉണ്ണിയൊക്കെ തന്നെ പറഞ്ഞതുപോലെ ഈ ബസ് അപകടത്തിൽപ്പെട്ട സമയത്ത് തന്നെ ഇവിടെ എത്തിയ നാട്ടുകാരൊക്കെ തന്നെ ചേർന്നാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. നാട്ടുകാർ തുടർന്ന് വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തി ബസ്സിനകത്തേക്ക് കയറിക്കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു പോയ എല്ലാവരെയും പുറത്തേക്ക് എത്തി
ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും തന്നെ അപകടത്തിൽപ്പെട്ട യാത്രക്കാരെയൊക്കെ തന്നെ പുറത്തേക്ക് എത്തിച്ചു. ഇതിൽ നിന്ന് പരിക്കേറ്റ 49 പേര് ബസ്സിനകത്തുണ്ടായിരുന്നു. ഇതിൽ 25 പേർക്കാണ് പരിക്കേറ്റിരുന്നത്. ഇവരെല്ലാം തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്. അതിൽ 3 പേർക്കാണ് വലിയ രീതിയിലുള്ള പരിക്കേറ്റിരുന്നത്. അവരെയൊക്കെ തന്നെ അപ്പോഴേക്കും നെടുമങ്ങാട് ആശുപത്രിയിൽ, ജില്ലാ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിൽ ഒരാൾ നെടുമങ്ങാട് ആശുപത്രിയിൽ വെച്ച് തന്നെ മരണപ്പെട്ടു. ഈ സംഘത്തിലുണ്ടായിരുന്ന 25 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ കുട്ടികൾ ആരെങ്കിലും ഉൾപ്പെടുന്നുണ്ടോ? ജയലക്ഷ്മി, 25 പേരിൽ 8 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഈ 8 കുട്ടികളെയും ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം നെടുമങ്ങാട് നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും കുറച്ച് കുട്ടികളെ SIT ആശുപത്രിയിലേക്കും, തീരെ പ്രായം കുറഞ്ഞ കുറച്ച് കുട്ടികളെ SIT ആശുപത്രിയിലേക്കും ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ 4 കുട്ടികൾ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. മറ്റുള്ളവരെ അങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഴുവനായി 20 പേരെയാണ്, അതായത് ഈ 25 പേരെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചതിൽ ഒരാൾക്ക് മരണം സംഭവിച്ചു. മറ്റ് ചെറിയ രീതിയിൽ പരിക്കുള്ളവർ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലും അതുപോലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റവരെയും മറ്റ് പരിക്കുള്ളവരെയൊക്കെ തന്നെ ഒടിവുകളും അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പരിക്കേറ്റവരെയൊക്കെ തന്നെയാണ് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. ഇതിൽ ഈ ആദ്യം മുതൽ തന്നെ വലിയ രീതിയിലുള്ള പരിക്കേറ്റെന്ന് പറയുന്നത് 3 പേർക്കായിരുന്നു. ഇതിലാണ് ഈ ദാസിനി എന്ന് പറയുന്ന 61 വയസ്സുള്ള സ്ത്രീ ഉണ്ടായിരുന്നത്. അവർക്കാണ് ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിച്ചത്. അവരുടെ മൃതദേഹം ഇപ്പോൾ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മറ്റുള്ളവരെ ഒക്കെ തന്നെ 25 പേര് ഒരാൾക്ക് മരണം സംഭവിച്ചു. മറ്റുള്ളവരെന്ന് പറയുന്ന 8 കുട്ടികളാണ്. ഈ 8 കുട്ടികളെയും ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും SIT ആശുപത്രിയിലേക്കും പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ജയലക്ഷ്മി, എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ ബസ് പൂർണ്ണമായി ഉയർത്താനായി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരും ഈ ബസ്സിന്റെ അടിയിൽ കുടുങ്ങിയിട്ടില്ല എന്നുള്ള ഒരു കാര്യത്തിൽ നമുക്കിപ്പോൾ വ്യക്തത വരുന്നുമുണ്ട്. ശരി ജിബിൻ, എന്തായാലും ബസ് പൂർണ്ണമായും ഉയർത്തിയിരിക്കുകയാണ്. ഈ ബസ്സിനടിയിൽ ആളുകളില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. 25ഓളം പേരെയാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. മെഡിക്കൽ കോളേജിൽ നിന്നും സ്റ്റെഫിൻ കൂടി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, അവിടെ കൊണ്ടുവന്നിട്ടുള്ളവരിൽ കുട്ടികൾ ഉൾപ്പെടുന്നുണ്ടോ? അവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ജയലക്ഷ്മി, ഇപ്പോൾ ഏതായാലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചവരുടെയൊക്കെ ആരോഗ്യനിലയിൽ തൃപ്തികരമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ നെടുമങ്ങാട് ആശുപത്രിയിൽ അവർക്ക് പ്രാഥമികമായ ശുശ്രൂഷകൾ നൽകിയതിനു ശേഷമാണ് ഇങ്ങോട്ടേക്ക് പലരെയും കൊണ്ടുവന്നത്. കുട്ടികളടക്കം അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൽ ആംബുലൻസുകൾ ഇങ്ങനെ ഇടതടവില്ലാതെ ഇപ്പോഴും മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ഒരു കാഴ്ച തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. കൂടുതൽ ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് തടിച്ചു കൂടിയിട്ടുണ്ട്. അവർ ഒരുപക്ഷെ അവിടെ നിന്ന് ഉള്ളവർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ട്. നെടുമങ്ങാട് ഈ അപകട സ്ഥലത്ത് നിന്ന് വന്ന ആളുകൾ ഉൾപ്പെടെ ഉണ്ട്. ഇപ്പോൾ മന്ത്രി അടക്കമുള്ള ആളുകൾ ഈ കാഷ്വാലിറ്റിക്ക് അകത്തേക്ക് പോയിട്ടുണ്ട്, കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി പോയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ കാഷ്വാലിറ്റിയിൽ ഈ സമയത്ത് പരിമിതമായ ആളുകൾ മാത്രമേ, ഈ ഡോക്ടർമാരും അതോടൊപ്പം തന്നെ മറ്റ് ആരോഗ്യ പ്രവർത്തകരും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ